കഴിഞ്ഞിട്ട് ഒരു വളവുണ്ട് ചേട്ടാ, ഒരു വളവ്. അത് കഴിഞ്ഞു. ഈ വളവാണോ? ഇതല്ല ചേട്ടാ, അവിടെ ഒരു വളവില്ലേ? ഈ വളവ്, ഈ കയറുന്ന വളവ്. അത് തന്നെ ചേട്ടാ, ആ വളവ്. സുമതി, പ്രണയവഞ്ചനയുടെ രക്തസാക്ഷി, ഒരു നാടിൻ്റെ ഭ്രമകൽപ്പനയായി വളർന്ന യക്ഷിക്കഥ. ഇതാണ് ഭീതി പടർത്തുന്ന സുമതിയെ കൊന്ന വളവ്. 1953 ജനുവരി 27. അന്നാണ് തിരുവനന്തപുരം പാങ്ങോടിന് സമീപമുള്ള മൈലമൂട് ഗ്രാമത്തെ ഭീതിയുടെ ഉൾക്കയം നിറഞ്ഞ ഭാവിയിലേക്ക് തള്ളിവിട്ട ആ കൊലപാതകം. സുമതി എന്ന ഗ്രാമീണ യുവതി, അവളുടെ സമ്പന്നനായ കാമുകൻ രത്നാകരൻ, വീട്ടുജോലിക്കാരി സുമതി ഗർഭിണിയായി. സുമതിയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ രത്നാകരൻ കണ്ടെത്തിയ മാർഗമായിരുന്നു കൊലപാതകം. കൂട്ടുകാരൻ രവീന്ദ്രന്റെ സഹായത്തോടെ ആ കൊടുംപാതകം ആസൂത്രണം ചെയ്തു. ക്ഷേത്രത്തിൽ ഉത്സവം കാണാനെന്ന് പറഞ്ഞ് ഇരുവരും സുമതിയെ കാറിൽ കയറ്റി കൊണ്ടുവന്നു. മൈലമൂടെത്തിയപ്പോൾ സുമതിയെ അംബാസഡർ കാറിൽ നിന്ന് പിടിച്ചിറക്കി. രത്നാകരനും രവീന്ദ്രനും കൂടി സുമതിയുടെ കഴുത്തറത്തു. ചീറ്റിയൊഴുകിയ രക്തം കണ്ട് ഇരുവരും പാതി ജീവനിൽ പിടയുന്ന സുമതിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ആദ്യം കാണുന്നത് എൻ്റെ അച്ഛനും മാമനുമാണ്. ഇവർ തലേദിവസം ഓടിക്കുന്ന പന്നി വെടിവെച്ച് അന്ന് കണ്ടില്ല. പിറ്റേന്ന് ഇവർ ഞാൻ അന്വേഷിച്ച് കിടക്കായിരുന്നു. വെടിവെച്ച് പന്നി നോക്കി കിടന്നപ്പോഴാണ് ഒരു പെണ്ണുമ്പിള്ള ജഡം കിടക്കുന്നത്. പിന്നെ അടുത്തൊരു മുണ്ട് മൂടിയിട്ടിട്ട്. അന്ന് ഞാൻ വളരെ കൊച്ചൊരു 3-4 വയസ്സേ ആവുള്ളൂ. ഞാൻ എന്നെ കാണാൻ പോകാൻ ആഴത്തുള്ള അണ്ണനൊക്കെ പോയപ്പോഴത് വിളിച്ചു. ഞാൻ കൂടെ പോകാമെന്ന്, ഞാൻ വരില്ല. കാമുകൻ രത്നാകരനും കൂട്ടുകാരൻ രവീന്ദ്രനും പിടിക്കപ്പെട്ടു. ഇരുവരും കേസിൽ ശിക്ഷിക്കപ്പെട്ടു. ഇതാണ് പാങ്ങോട് പഴയ പോലീസ് സ്റ്റേഷൻ. സുമതി വധക്കേസിന്റെ അന്വേഷണ രേഖകളൊക്കെ ഈ സ്റ്റേഷനകത്തുണ്ട്. രത്നാകരൻ ശിക്ഷ കഴിഞ്ഞിറങ്ങി വിവാഹം കഴിച്ചു. പിന്നീട് മരണപ്പെട്ടു. സുമതിക്ക് പക്ഷേ മരണമുണ്ടായില്ല. മൈലമൂടിലെ ഈ കൊടുംവളവിൽ അവൾ ഭീതിയുടെ കഥയായി വളർന്നു. സുമതിയെ കൊന്ന വളവായി പീഡിപ്പിച്ചു. രാത്രിയിൽ കാൽനടക്കാർ ശുഭ്രവസ്ത്രം ധരിച്ച സ്ത്രീയെ കണ്ടു. യക്ഷി നായയുടെ രൂപത്തിലെത്തി ഭയപ്പെടുത്തി. വളവിൽ വാഹനങ്ങൾ എഞ്ചിൻ ഓഫായി നിന്നുപോയി. നേർസാക്ഷ്യം പറഞ്ഞ കഥകളൊക്കെയും കെട്ടുകഥകളായിരുന്നു. സുമതിയുടെ പേര് മുതലെടുത്ത പിടിച്ചുപറിക്കാരായിരുന്നു ഭീതിയുടെ വ്യാപാരികളായി മാറിയത്. ഈ കൊടും വളവിന്റെ പ്രത്യേകത കൊണ്ടാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടത്. പിന്നെ ഒരു അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, വണ്ടി തടഞ്ഞു നിർത്തണം, സൈക്കിളിൽ പോയി വിരട്ടും ഒരു സുന്ദരിയായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുടെ വിരട്ട് വരുന്നു. വെള്ള സാരി കൊടുത്ത സ്ത്രീയെ എന്നൊക്കെ പറഞ്ഞ അതെല്ലാം എല്ലാവരും ഉണ്ടാക്കിയതാണ്. മരിച്ചാൽ പിന്നെ ആരാണ് അവിടെ ഉള്ളത്? സുമതി വളവ് ഈ നാട്ടുകാരുടെ ഗ്രാമീണ ഇതിഹാസമാണ്. വഞ്ചനയുടെ ചോരയിൽ രചിച്ച പ്രണയകഥ, പുതിയ കാലത്തിനും ഇഷ്ടപ്പെട്ട നാട്ടുകഥ. ഇന്നും അതൊരു ഭയമുള്ളവരുണ്ട്. നമുക്കൊന്നും അതൊന്നുമില്ല, നമ്മളവിടെ ജനിച്ചോളാണ്. സിറ്റിയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആൾക്കാർ, പയ്യന്മാർ, പെൺകുട്ടികൾ ഉൾപ്പെടെ രാത്രി ഒരു 12 മണി സമയത്തൊക്കെ അവിടെ നിരന്തരം വരാറുണ്ട്. എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണല്ലോ. സോഷ്യൽ മീഡിയയിൽ പിന്നെ റീൽസ് ഇടുക. അപ്പം അതിന് വേണ്ടിയിട്ടായിട്ട് പിള്ളേർ വരുന്നതായിട്ടാണ് കാണേണ്ടത്. ഇല്ലാത്ത ആത്മാവിനെ തേടി യക്ഷിക്കഥയുടെ കൗതുകത്തിൽ ഇപ്പോഴും എത്തുന്നുണ്ട് ആളുകൾ ഈ സുമതി വളവിൽ. അങ്ങനെ മരണമില്ലാത്ത കഥയായി സുമതി വളരുകയാണ്. ബിജുവിനൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.